നമസ്കാരം. മലയാളികൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണ് സ്വർണ്ണവില. സ്വർണ്ണവില കൂടുന്നതും കുറയുന്നതുമെല്ലാം തന്നെ എല്ലാ ദിവസങ്ങളിലും പലരുടെയും ചർച്ചാ വിഷയങ്ങളിലൊന്നാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട വാർത്ത ഒരുപക്ഷെ പലർക്കും ആശ്വാസം നൽകുന്നതാണ്. സ്വർണ്ണവിലയിൽ വൻ ഇടിവാണ് നവംബർ 12-ാം തീയതിയായ ഇന്ന് ആ, ആ, ഉണ്ടായിരിക്കുന്നത്. ഒക്ടോബറിൽ റെക്കോർഡ് വിലയിലേക്ക് കുതിച്ച സ്വർണം ഇപ്പോൾ അപ്രതീക്ഷിതമായി താഴേക്ക് വീണിരിക്കുകയാണ്. ആഗോള വിപണിയിലെ മാറ്റം തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. വരും ദിവസങ്ങളിലും വിലയിൽ നല്ല ഇടിവ് വന്നേക്കും എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. വിവാഹ സീസൺ ആയതുകൊണ്ട് തന്നെ വില ഇടിയുന്നത് ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസകരമാണ്. കേരളത്തിൽ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള സമൂഹങ്ങളിൽ വൃശ്ചികം 1-ന് മുൻപ് വിവാഹങ്ങൾ നടക്കുന്നതാണ്. വൃശ്ചികം പിറന്നാൽ 41 ദിവസത്തെ മണ്ഡല വ്രതത്തിന് ശേഷമേ വിവാഹങ്ങൾ നടത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ വിവാഹ ആവശ്യത്തിനുള്ള സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടിയിരിക്കുന്ന സമയമാണ് ഇത്. ഈ സാഹചര്യത്തിൽ വിലയിലെ ഇടിവ് ആളുകളെ ഇടവേളയ്ക്ക് ശേഷം ജ്വല്ലറിയിലേക്ക് ആകർഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജ്വല്ലറിക്കാരും ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മാസവും ഈ മാസം ആദ്യവുമൊക്കെ സ്വർണ്ണവില കുത്തനെ കൂടിയത് വല്ലാത്ത രീതിയിൽ ബാധിച്ചുവെന്ന് ജ്വല്ലറി അധികൃതർ തന്നെ പറയുന്നുണ്ടായിരുന്നു. അത് കച്ചവടത്തെ സാരമായി ബാധിച്ചിരുന്നുവെന്നും അവർ പറയുന്നു. വിവാഹാവശ്യങ്ങൾക്കും മറ്റുമായി ജ്വല്ലറികളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നു. ഇനി അഥവാ വന്നാൽ തന്നെ മുമ്പുള്ളതുപോലെയുള്ള ഒരു പർച്ചേസ് നടക്കുന്നില്ല എന്നൊക്കെയാണ് ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. സാധാരണ വിവാഹ ആവശ്യത്തിനായി ആവറേജായി ഒരു 30 പവനൊക്കെ എടുത്തിരുന്നവർ പോലും ഇപ്പോൾ 10 പവൻ അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെയാണ് എടുക്കുന്നത് എന്നാണ് ജ്വല്ലറി അധികൃതർ പറയുന്നത്. ഇതെല്ലാം തന്നെ സ്വർണ്ണവില കൂടിയത് കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ സ്വർണ്ണവില താരതമ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ വിലയിലെ വ്യത്യാസം മനസ്സിലാകും. സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയാൻ കാരണം എന്താണെന്നും നമുക്ക് മനസ്സിലാവുന്നത് ഇതിലൂടെയൊക്കെ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ സ്വർണ്ണവില കുറയുന്നത് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ആളുകൾക്കും അതുപോലെ തന്നെ ജ്വല്ലറി ഉടമകൾക്കും. കഴിഞ്ഞ ദിവസം 1 ഗ്രാം സ്വർണത്തിന് 7220 രൂപയും 1 പവന് 57,760 രൂപയുമായിരുന്നു വില. എന്നാൽ ഇന്ന്, അതായത് നവംബർ 12-ാം തീയതി, വിലയിൽ 135 രൂപയാണ് ഇടിഞ്ഞിരിക്കുന്നത്. സമീപകാലത്തൊന്നും ഇത്രയും വലിയ ഇടിവ് സ്വർണത്തിന് ഉണ്ടായിട്ടില്ല. ഇതോടെ ഇന്ന് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 7085 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. 1 പവൻ സ്വർണത്തിൻ്റെ വിലയിൽ 1000 രൂപയുടെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഒറ്റയടിക്കാണ് ഇത്രയും ഒരു ഇടിവ് ഉണ്ടായിരിക്കുന്നത് എന്നത് ആളുകളെ ജ്വല്ലറിയിൽ ആകർഷിക്കാൻ കാരണമായിരിക്കും. 8 ഗ്രാമാണ് 1 പവനായി കണക്ക് കൂട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് പ്രകാരം 1 പവൻ സ്വർണത്തിന് ഇന്ന് 1080 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ ഇന്ന് 1 പവൻ സ്വർണത്തിൻ്റെ വില 56,680 രൂപയായി മാറിയിട്ടുണ്ട്. ഈ മാസം 1-ാം തീയതി രേഖപ്പെടുത്തിയ 59,080 ഈ നവംബറിലെ ഏറ്റവും ഉയർന്ന വില. ഈ മാസം പൊതുവെ സ്വർണ്ണവില താഴോട്ട് വീഴുന്ന പ്രതീതിയാണ് കാണിക്കുന്നത്. ഒക്ടോബർ 31-ന് ദീപാവലി ദിനത്തിലാണ് സ്വർണം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിലയിലെത്തിയത്. അന്ന് 1 പവൻ സ്വർണത്തിന് 59,960 രൂപയായിരുന്നു വില. കൃത്യമായി പറഞ്ഞാൽ 40 രൂപ കൂടി വർദ്ധിച്ചാൽ റൗണ്ട് ഫിഗറായി 60,000 രൂപയിലേക്ക് സ്വർണ്ണവില കടന്നേനെ. അത് ചരിത്രത്തിലേക്കും രേഖപ്പെടുത്തിയേനെ 60,000 രൂപ സ്വർണ്ണവില എത്തുന്നത് എന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വിപണിയിലെ അനിശ്ചിതത്വം മാറിയതും സ്വർണത്തിൻ്റെ വില കുറയാൻ കാരണമായിട്ടുണ്ട്. ഒപ്പം അമേരിക്കയുടെ ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുന്നതും വിലയെ സ്വാധീനിക്കുന്നുണ്ട്. സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. യുദ്ധം, കാലാവസ്ഥ, എണ്ണവില എന്നിവയെല്ലാം തന്നെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില സംബന്ധിച്ച് കൃത്യമായ ഒരു പ്രവചനം സാധ്യമല്ല. എങ്കിലും ഇപ്പോഴത്തെ ഇടിവിൽ നിന്ന് സ്വർണം തിരിച്ചു കയറും എന്ന് തന്നെയാണ് വിപണിയിലെ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇപ്പോൾ സ്വർണം വാങ്ങാൻ മികച്ച സമയമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ സമയത്ത് ഇത്രയും കാശ് മുടക്കാനില്ലെങ്കിൽ പോലും അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കുമെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്.
ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നത്തെ വിലയിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ കുറയുന്ന വിലയിൽ വാങ്ങാം, അല്ലെങ്കിൽ അന്ന് കൂടിയാൽ ഇന്നത്തെ വിലയിൽ, അതായത് ഈ 56,000 ശിഷ്ടം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. അടുത്ത വർഷത്തോടെ സ്വർണ്ണവില 80,000 കടന്നേക്കുമെന്നാണ് പ്രവചനങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കാതെ എത്രയും വേഗം സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് വിവാഹ ആവശ്യങ്ങളൊക്കെ വരാനിരിക്കുന്നവർ എത്രയും വേഗം വാങ്ങി വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.